പ്രാർത്ഥനയോടെ ഈ പന്തലിലും ഈ ഗ്രൗണ്ടിലുമായി വന്നു ചേർന്നിട്ടുള്ള വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിൽ സന്ധ്യാവന്ദനം, സ്നേഹവന്ദനം അറിയിക്കട്ടെ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇത് 5ാമത് വട്ടമാണ് മല്ലപ്പള്ളി ഐക്യ കൺവെൻഷൻ്റെ പന്തലിൽ ബലഹീനനായി ഞാൻ നിൽക്കുന്നത്. മുൻപ് ചില വർഷങ്ങളിൽ 2 ദിവസങ്ങളിൽ പ്രസംഗിച്ചതും എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. ഈ 103 വർഷം പൂർത്തിയാക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്ന ചില ആളുകൾ നിന്നുകൊണ്ട് യോഗം കൂടാൻ നേർച്ച നടന്നിട്ട് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ മുൻപിൽ ഇനിയും ഒരു 10-15 കസേരകൾ എൻ്റെ കൺമുമ്പിൽ ഇരിക്കാൻ ആളില്ലാതെ ആളെ കാത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. മുമ്പിൽ വന്നിരിക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവർ പിറകിലായിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. വന്നാൽ ഉള്ള കസേരകളെല്ലാം തീർത്ത് ഇരിക്കില്ല, സൗകര്യമുള്ളിടത്ത് അങ്ങ് ഇരിക്കും. ഇടയിലൊക്കെ കുറേ കസേരകൾ ഒഴിച്ചിട്ടിട്ടാണ് പലരും ഇരിക്കുന്നത്. അങ്ങനെയും ഇങ്ങനെയും അകത്ത് കയറില്ല, കയറിയാൽ പിന്നെ ആരെയും കയറ്റില്ല എന്നുള്ളതാണ് പൊതുവായൊരു നയം. അതിൻ്റെ ഭാഗമാണോ എന്നും എനിക്കറിയില്ല. താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് വന്നിരിക്കാം, ഞാൻ വഴക്ക് പറയില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലാത്തവർ അവിടെ നിന്ന് പൊറുക്കട്ടെ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആമുഖമൊന്നും പറഞ്ഞു കളയാൻ നേരമില്ല നമുക്ക്. 8 മണിക്ക് തീരേണ്ട യോഗമാണ്. ഇനി അത് 8:20 തീരുകയുള്ളൂ. കാരണം 1 മണിക്കൂർ നിർബന്ധമായും അച്ഛൻ പ്രസംഗിക്കണമെന്ന് ഞാൻ എഴുന്നേറ്റ് പോരുമ്പോഴും അച്ഛൻ എൻ്റെ കാതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കുറയില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി കാലത്തെ ധ്യാനചിന്തയ്ക്കായിട്ട് ഒരു ചെറിയ വേദഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സർദിസിലെ സഭയുടെ ദൂതന് എഴുതുക: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവൻ ആകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഭാഗ്യകരമായ ഈ നല്ല സായംകാലത്തിനായി നന്ദിയോടെ സ്തോത്രം. പല ഭവനങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല ദേശങ്ങളിൽ, പല ബദ്ധപ്പാടുകളിലായിരുന്ന ഞങ്ങളെ ഒരുമയോടും ഒരുക്കത്തോടും കൂടെ ഒരുക്കപ്പെട്ട പന്തലിൻ്റെ കീഴിൽ കൂട്ടിവരുത്തിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, സത്യമായും ഞങ്ങൾ സ്വന്തം യോഗ്യതയാൽ വന്നതല്ല, കൃപയാൽ നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. പാദപീഠത്തിൽ ഇരുന്ന് പൊന്നുമുഖത്തേക്ക് നോക്കുന്ന നിന്റെ ജനത്തോട് മനസ്സലിവ് തോന്നണമേ. ഞങ്ങൾ അറിയണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന രഹസ്യങ്ങളെല്ലാം ഈ വേദഭാഗത്ത് നിന്ന് പൊരുൾ ധരിച്ച് വ്യാഖ്യാനിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഇന്ന് ഈ പന്തലിൽ വന്ന ഒരാളും വന്നതുപോലെ മടങ്ങരുതേ. ഒരു കുഞ്ഞും ഇരുന്നതുപോലെ എഴുന്നേറ്റ് പോകരുതേ. ഇവിടെ വന്നവരാരും വന്ന വഴിയിലൂടെ തിരികെ പോകരുതേ. പുതുക്കം പ്രാപിക്കുവാൻ ഇടവരുത്തണമേ. കർത്താവേ, ഇന്ന് ഈ ജനം സമർപ്പിച്ച സ്തോത്ര വഴിപാടുകളെ ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് എടുത്ത കരങ്ങളെ, സമർപ്പിച്ച കരങ്ങളെ, അവരുടെ സാധ്യതകളെ, സാഹചര്യങ്ങളെ നീ അറിയുന്നുവല്ലോ. നീ ആർക്കും കടക്കാരനല്ലല്ലോ. സ്വർഗം കണക്കെഴുതിക്കൊള്ളണമേ. നന്മ കൊണ്ട് നിറച്ചാട്ടെ ദൈവമേ. തുടർന്നുള്ള സമയം നിന്റെ വിരിച്ച ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ മറച്ചു കാത്ത് പരിപാലിക്കണമേ. കർത്താവേ, നിന്റെ ദാസന്റെ ബലഹീനതയിൽ ഇവിടുത്തെ കൃപ തികഞ്ഞ് വരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതാണ്. നാടുകടത്തപ്പെട്ടവനായി പത്മോസ് ദ്വീപിൽ ഏകനായി ഏകാന്ത തടവിൽ കഴിയുകയാണ് അപ്പോസ്തലനായ യോഹന്നാൻ.
ഏകാന്തത ഏത് മനുഷ്യനെയും ഭ്രാന്ത് പിടിപ്പിക്കുന്ന അനുഭവമാണ്. ഒരാൾക്കൊരിക്കലും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനാകില്ല. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നത് താളം തെറ്റിയ മനസ്സിൻ്റെ ഉടമകളെന്നാണ്. ഒറ്റയ്ക്കായി പോകുന്ന ഏത് മനുഷ്യൻ്റെയും മനസ്സിൻ്റെ താളം തെറ്റിപ്പോകും. ഏകാന്ത കഠിന തടവിന് വിധിക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുന്ന തടവ് പുള്ളികൾ 3, 4, 5, 8, 10 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുമ്പോൾ അതിൽ 95% പേരും മനോരോഗികളായി മാറിയിട്ടുണ്ടാകും. സ്വാഭാവികമായി ഒരു മനുഷ്യന് ഏകനായിരിക്കുന്നിടത്തോളം പ്രയാസകരമായൊരു അനുഭവം വേറെ ഇല്ല തന്നെ. എന്നാൽ നാടുകടത്തപ്പെട്ടവനായി ആൾവാസമില്ലാതെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന പത്മോസ് എന്ന ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ യോഹന്നാൻ അപ്പോസ്തലൻ ഏകാന്ത തടവിൽ ഏകനായിരിക്കുമ്പോൾ തൻ്റെ സർവശക്തനായ തമ്പുരാനോട് കുശലം പറഞ്ഞു. കർത്താവേ, ഞാൻ ഇവിടെ ഏകനല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു, നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. തമ്പുരാനെ, ഞാൻ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. യോഹന്നാൻ വിരസത കൂടാതെ, മടുപ്പ് കൂടാതെ, ഭാരം കൂടാതെ, മുഖം പാടാതെ, തിളങ്ങുന്ന കണ്ണുകളോടെ പത്മോസിലിരുന്ന് തമ്പുരാനോട് തൻ്റെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം വളരെ യാദൃശ്ചികമായി അപ്പോസ്തലന്റെ കാതുകളിൽ ഒരു ശബ്ദം വന്ന് അലയടിക്കുകയാണ്. യോഹന്നാൻ. നടുങ്ങിപ്പോയി യോഹന്നാൻ അപ്പോസ്തലൻ. ഇവിടെ ആൾവാസമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ചുറ്റുപാടും നോക്കി, ആരെയും കണ്ടില്ല. തോന്നിയതാണെന്ന് വിചാരിച്ച് വീണ്ടും സംസാരം തുടർന്നപ്പോൾ വീണ്ടും ആ ശബ്ദം കാതുകളിൽ. യോഹന്നാൻ, ആരാണ് എന്നെ വിളിച്ചത്? ആരാണ്? ആരെയും കാണുന്നില്ലല്ലോ. വീണ്ടും ആ ശബ്ദം. യോഹന്നാൻ, നീ ആരോടാണ് സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ കർത്താവിനോട്. അവനാണ്, ഞാനാണ്, നിന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ആദ്യം ഹല്ലേലൂയ പറയാതിരുന്നത് ഇത് ഞങ്ങൾ വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. വേദപുസ്തകത്തിലില്ല. യോഹന്നാൻ അപ്പോസ്തലനും ഞാനും കൂടെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ സ്വകാര്യങ്ങളിലൊന്നാണിത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്ന കർത്താവാണ് ഞാൻ, ഇവിടെ നിന്റെ അരികിൽ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏകാന്തതയിൽ അകപ്പെട്ടു പോകുമ്പോൾ ഈ കർത്താവിനോട് നിങ്ങൾ മധുരമായി സംസാരിച്ചു തുടങ്ങിക്കോളൂ. വൈകാതെ നിങ്ങളുടെ കാതിലും ആ ശബ്ദം കേൾക്കപ്പെടും. തമ്പുരാൻ നിങ്ങളോട് സംസാരിക്കും. ആമേൻ. അങ്ങനെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ, ഞാൻ നിന്റെ ഏകാന്തത മാറ്റുവാൻ നിനക്ക് സ്വർഗദർശനം കാണിച്ചു തരാം. നീ എൻ്റെ കയ്യിൽ പിടിക്കുക. തമ്പുരാൻ അവനെ കൊണ്ടുപോയി അവന് കാണിച്ചു കൊടുത്തു. ലോകത്തിന്റെ സകല മഹത്വവും സ്വർഗത്തിന്റെ സകല മഹത്വവും അവന്റെ കൺമുമ്പിൽ അവൻ കാണുകയാണ്. ഈ കാഴ്ചകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അത് എഴുതുന്നത് ഏഷ്യ മൈനറിലെ 7 സഭകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളിലെ 7 സഭകളുടെ പേര് വിളിച്ച് അവയെക്കുറിച്ച് കർത്താവിന് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം വരച്ച് വെച്ചിട്ടാണ് പിന്നെ താൻ കണ്ട ദർശനം അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഇപ്പോൾ ഈ 3-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ സർദിസിലെ സഭയെ പേര് ചൊല്ലി വിളിക്കുകയാണ്. സർദിസിലെ സഭ ഒന്നേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ ഓരോ സ്ഥലത്തുമുള്ള പ്രാദേശികമായ ഇടവകകളെ അന്ന് വേദപുസ്തകത്തിൽ വിളിച്ചിരുന്നത് സഭകളെന്നാണ്. ഇപ്പോഴും പ്രിയപ്പെട്ടവരെ, ചില പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് ഇപ്പോൾ 24 ഇടവകകളുടെ സമ്മേളനമാണിത്. അത് 24 സഭകളുടെ കൂട്ടായ്മയാണ് എന്ന് നമുക്ക് വേദപുസ്തക ഭാഷയിൽ പറയാം. സർദിസിലെ ഇടവക, സർദിസിലെ സഭ, അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആരാണ് കൽപ്പിച്ച് സംസാരിക്കുന്നത്? ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്. നിസ്സാരനല്ല കൽപ്പിച്ച് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ, അധികാരമുള്ളവൻ, ശ്രേഷ്ഠതയുള്ളവൻ, കുലീനത്വമുള്ളവൻ, അവനാണ് സംസാരിക്കുന്നത്. അവൻ പറഞ്ഞത് കേൾക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ.
സർദീസിലെ സഭയെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. മല്ലപ്പള്ളിയിലുള്ള സഭയെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്നെ അറിയുന്നു, നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ അന്തരംഗം അറിയുന്നു, നിന്റെ ഉള്ളിലിരിപ്പ് അറിയുന്നു, നിന്റെ കയ്യിലിരിപ്പും ഞാൻ അറിയുന്നു, നിന്റെ മനനമണ്ഡലത്തിലെ ധ്യാന ചിന്തകളെല്ലാം ഞാൻ അറിയുന്നു. കുഞ്ഞെ, നിന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം. നിനക്ക് ജന്മം തന്ന പിതാവിന് നിന്നെ നല്ലവണ്ണം അറിയില്ല. നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയ്ക്ക് നല്ലവണ്ണം നിന്നെ അറിയില്ല. നിന്റെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിക്ക് നല്ലവണ്ണം നിന്നെ അറിയില്ല. നീ ജന്മം കൊടുത്ത മക്കൾക്ക് നല്ലവണ്ണം നിന്നെ അറിയില്ല. നിന്റെ കൂടെ പിറന്നവർക്കും നല്ലവണ്ണം നിന്നെ അറിയില്ല. നിന്റെ അടുത്തിരിക്കുന്നവർക്കും അത് അറിയില്ല. എന്നാൽ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അടിത്തട്ടിൽ ഒരു ഭ്രൂണമായി രൂപം കൊണ്ട ആദ്യ നിമിഷം മുതൽ ഈ പന്തലിൽ നീ ഇരിക്കുന്ന ഈ നിമിഷം വരെ നിന്റെ പോക്കിലും വരവിലും നിൽപ്പിലും നടപ്പിലും ശ്വാസോച്ഛ്വാസത്തിലും നിന്റെ ചലനങ്ങളിലും നിന്റെ ഭക്ഷണപാനീയങ്ങളിലും മനനമണ്ഡലത്തിലെ ധ്യാന ചിന്തകളിലും നീ എന്ത് ചിന്തിച്ചു, എന്ത് പറഞ്ഞു, എന്ത് ഓർത്തു, എവിടെ പോയി, എന്ത് തിന്നു, എന്ത് കുടിച്ചു, എന്തെല്ലാം ചിന്തിച്ചു, എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം പ്രവർത്തിച്ചു, ഇതെല്ലാം ഞാൻ അറിയുന്നു എന്ന് സർവശക്തനായ ദൈവം കൽപ്പിച്ചരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്നെ നന്നായി അറിയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇരിക്കുന്നത് അവന്റെ മുമ്പിലാണെന്ന ആത്മാവിലൊരു അവബോധം നമുക്കുണ്ടായിരിക്കുന്നത് ഉചിതമാണ്. ഞാൻ ഇരിക്കുന്നത് എന്നെ കണ്ടവന്റെ മുമ്പിലാണ്, എന്നെ അറിയുന്നവന്റെ മുമ്പിലാണ്, എൻ്റെ അന്തരംഗത്തെ വായിച്ചറിഞ്ഞവന്റെ മുമ്പിലാണ്, മനനമണ്ഡലത്തിലെ ധ്യാന ചിന്തകൾ പോലും മറയ്ക്കാതെ അറിഞ്ഞവന്റെ മുമ്പിലാണ്. എനിക്ക് ഒളിഞ്ഞിരിക്കാനാകില്ല. ഇത് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 139 സങ്കീർത്തനം സങ്കീർത്തകന്റെ കുംഭസാരമാണ്. സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്, കർത്താവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എന്റെ നടപ്പ് നീ അറിയുന്നു, എന്റെ കിടപ്പ് നീ അറിയുന്നു. ദൈവമേ, നീ എന്റെ ഹൃദയ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. തമ്പുരാനെ, നീ അറിയാതെ ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് ബഹിർഗമിക്കുന്നില്ല. എന്റെ മനനമണ്ഡലത്തിലെ ധ്യാനങ്ങൾ പോലും അപ്പപ്പോൾ അറിയുന്ന സർവശക്തനായ തമ്പുരാനെ, ഞാൻ നിന്റെ മുമ്പിൽ ഒരിക്കലും ഒന്നും മറച്ചു വയ്ക്കാൻ കരുത്തനല്ല. ഉള്ളും പുറവും ഉള്ളതുപോലെ അറിയുന്ന തമ്പുരാന്റെ തിരുമുമ്പിലാണ് ഇരിക്കുന്നതെന്ന ആത്മബോധം നമുക്കുണ്ടാകണം. ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. സർവീസുകാരും ഇന്നിവിടെ വന്നിട്ടില്ല, വരാൻ ഒരു സാധ്യതയുമില്ല. മല്ലപ്പള്ളിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വചനം ഇന്ന് രാത്രി സർദീസുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുതിയതെങ്കിലും മല്ലപ്പള്ളിക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ആമേൻ. തമ്പുരാൻ പറയുന്നു, മല്ലപ്പള്ളിക്കാരെ, ഞാൻ നിന്നെ നോക്കി, ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്റെ പ്രവർത്തികളെല്ലാം ബോധ്യപ്പെട്ടു. എനിക്ക് നിന്നോട് ചിലത് പറവാൻ. 4 കാര്യങ്ങളാണ് ദൈവത്തിന് പറയാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണം. 1, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. പേരേ ഉള്ളൂ, എന്നാൽ എൻ്റെ കാഴ്ചയിൽ നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, ജീവനുള്ളവരെന്ന് നിങ്ങൾക്ക് പേരുണ്ട്, പക്ഷെ ദൈവദൃഷ്ടിയിൽ നിങ്ങൾ മരിച്ചവരാണ്. കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്ത വർത്തമാനമാണ് ഇപ്പോൾ കേട്ടത്, പക്ഷെ പറഞ്ഞത് ദൈവമാണ്.
അതുകൊണ്ടത് സത്യമായിരിക്കും. ഒരു ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ? വീണ്ടും, ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ? കൊറോണ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷമയാണ്. മൂന്നാമതും ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ? ഒന്നും കേട്ടില്ല. നിങ്ങൾ ഇപ്പോഴെങ്കിലും ആ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ശബ്ദത്തിലൊന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ? യെസ്, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഉറപ്പിച്ച് പിടിച്ചോണം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ചോദ്യം വീണ്ടും ചോദിക്കും. ഇതേ ഉത്തരം പറയാൻ ചങ്കുറപ്പുണ്ടാകണം. ജീവനില്ലാത്തതൊക്കെ മരിച്ചതാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ജീവനുണ്ടെന്ന്, ദൈവം പറയുന്നു നിങ്ങൾ മരിച്ചവരാണെന്ന്. എന്താണ് ദൈവം പറഞ്ഞതിൻ്റെ പൊരുളാവോ? ദൈവം ഒരു കാര്യം വെറുതെ പറയില്ലല്ലോ. മരണമാണ് ഇവിടുത്തെ പരാമർശ വിഷയം. അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. സത്യവേദ പുസ്തകത്തിൽ മരണമെന്ന വാക്ക് ആദ്യമായി എഴുതി വച്ചിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിലാണ്. അതിനു മുമ്പ് വേദപുസ്തകത്തിൽ ആ വാക്ക് ഇല്ല. രംഗം നിങ്ങൾക്കറിയാം. സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിപ്പിൻ്റെ 6-ാം നാളിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനെ ജീവൻ ഉള്ള ദേഹിയാക്കി തീർത്ത് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ പറുദീസായിൽ അവനെ താമസിപ്പിക്കുന്നതാണ് രംഗം. അവനെ ഏദനിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ദൈവം അവനോട് 4 കാര്യങ്ങൾ കൽപ്പിച്ച് പറഞ്ഞു. 15, 16, 17 വാക്യങ്ങൾ. 1, നീ തോട്ടത്തിൽ വേല ചെയ്യണം. 2, നീ തോട്ടത്തെ സൂക്ഷിക്കണം. ഇത് രണ്ടും ദൈവം മനുഷ്യന് കൊടുത്ത ചുമതലകളാണ്, അഥവാ ഉത്തരവാദിത്വങ്ങളാണ്. അത് ഇന്നും മനുഷ്യന്റെ മേൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. 1, വേല ചെയ്യണം. 2, പ്രകൃതിയെ സൂക്ഷിക്കണം. 3, മൂന്നാമത് ദൈവം മനുഷ്യന് കൊടുത്തത് ഒരു അവകാശമായിരുന്നു. തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലം തൃപ്തി വരുവോളം ഭക്ഷിക്കാം, ആഹാരം കഴിക്കാനുള്ള അവകാശം. ഇതിൻ്റെ ക്രമം ഒന്ന് ശ്രദ്ധിക്കണം. 1ാമത് അവകാശവും പിന്നെ ഉത്തരവാദിത്വവുമല്ല. ദൈവം സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയത്. 1ാമത് ഉത്തരവാദിത്വം, 2ാമത് ഉത്തരവാദിത്വം, 3ാമതാണ് അവകാശം. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർക്ക് മാത്രമേ ആഹാരം കഴിപ്പാൻ ദൈവം അനുവാദം തന്നിട്ടുള്ളൂ. സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാത്തവർ ആഹാരം കഴിക്കുന്നത് പ്രമാണലംഘനമാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. 4ാമത്തെ കാര്യം ഒരു നിർദ്ദേശമായിരുന്നു. അതാണ് 17-ാം വാക്യത്തിലുള്ളത്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്. തിന്നാൽ ബാക്കി നിങ്ങൾ പറയും. കേട്ടില്ല. നിങ്ങൾ ആരും വേദപുസ്തകത്തിലുള്ളത് പറഞ്ഞില്ല. തിന്നാൽ പിന്നെ ഒരു നാളിൽ നീ മരിക്കും. അങ്ങനെയല്ലേ? അല്ല, പിന്നെ ഒരു നാളിൽ നീ മരിക്കും. അങ്ങനെയല്ലേ? തിന്നുന്ന നാളിൽ മരിക്കും. അങ്ങനെ തന്നെയാണ്, ഉറപ്പാണ്, മാറ്റമില്ല. എന്ന് തിന്നുന്നുവോ അന്ന് മരിക്കും. നിങ്ങളാണ് അത് ഉറപ്പിച്ചത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ കാണാം, ഈ വൃക്ഷത്തിന്റെ ഫലം പാമ്പുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ക്ലൈമാക്സിൽ മോഹവലയത്തിൽ കുരുങ്ങി ദൈവത്തെ പോലെയാകാനുള്ള ആസക്തിയിൽ ബന്ധിതയായ ഹൗവ കൈ നീട്ടി പറിച്ച് തിന്നു. മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ആദമിനെ സൽക്കരിച്ചു. അന്ന് തുടങ്ങിയത് സൽക്കാരം. അവനും തിന്നു. ഇനിയാണ് ചോദ്യം. ദൈവം കൽപ്പിച്ച് പറഞ്ഞത്
ഈ ഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഔവയും ആദമും ആ പഴം തിന്നോ? ഉണ്ട്. തിന്നോ? ഇതിനു മുമ്പൊരു യോഗത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു മിടുക്കൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ല കേട്ടോ അച്ഛാ. അങ്ങനെ ഉത്തരം പറയാൻ പറ്റിയ ഒരെണ്ണം ഈ പന്തലിലില്ല. ഈ പ്രദേശത്ത് ബാല്യകൗമാര പ്രായത്തിലുള്ള കുട്ടികളില്ല. സങ്കടമാണത്. അതവിടെ നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവർ തിന്നു, ഉറപ്പല്ലേ? തിന്നു മരിച്ചോ? തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നല്ലോ ദൈവകൽപ്പന. അങ്ങനെയാണെന്ന് നിങ്ങളെ കൊണ്ട് 3 വട്ടം പറയിപ്പിച്ച് ഉറപ്പിച്ചതാണ്. ഇനി മാറാനൊക്കില്ല. പിന്നെ ഒരു നാളിൽ എന്നല്ലേ എന്ന് ഞാൻ 3 വട്ടം ചോദിച്ചതാണ്, നിങ്ങൾ നിഷേധിച്ചു. തിന്നുന്ന നാളിൽ എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അന്ന് തന്നെ മരിച്ചോ? പറ. ഇല്ലെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ദൈവത്തെ കള്ളനാക്കി, നിങ്ങൾ ഈ ദൈവത്തെ നുണയനാക്കി. ദൈവമാണ് പറഞ്ഞത് തിന്നാൽ അന്ന് തന്നെ മരിക്കുമെന്ന്. തിന്നു എന്നതിന് തർക്കമില്ല. തിന്ന നാളിൽ അവർ മരിച്ചില്ലെങ്കിൽ ദൈവം കളവ് പറഞ്ഞു, ദൈവം നുണ പറഞ്ഞു. സമ്മതിച്ചോ? അത് സമ്മതിച്ചോ? ഇല്ല. ഇത് രണ്ടും കൂടെ എങ്ങനെ ഭാഗമാകും? അതെ, ഇപ്പൊ ഇവിടെ ചിലര് വേറെ ചില ഉത്തരങ്ങൾ പറയുന്നുണ്ട്. മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ചിട്ടാണ് എങ്ങനെ മരിച്ചു എന്ന് അന്വേഷിക്കുന്നത്. അത് ആത്മാവിലാണോ ശരീരത്തിലാണോ ആത്മഹത്യയാണോ ആക്സിഡന്റ് ആണോ എന്നുള്ളതൊക്കെ എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ്. മരിച്ചോ ഇല്ലയോ? യെസ് ഓർ നോ? മരിച്ചോ? നിങ്ങൾ ദൈവത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ദൈവത്തെ കള്ളനാക്കാനൊക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചു, മരിച്ചു എന്ന് നിങ്ങൾ അങ്ങ് വിധി എഴുതി, ഇല്ലേ? ശരിക്കും മരിച്ചോ? ഇപ്പം മിണ്ടില്ല. മരിച്ചോ? മരിച്ചാൽ അടുത്ത നടപടി എന്താ? ഒരാൾ മരിച്ചാൽ അടുത്ത നടപടി എന്താ? അടക്കിയോ? അടക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? നാറ്റം വെച്ചോ? പറ. അപ്പം മരിച്ചോ? ഇല്ല. ദൈവത്തെ വീണ്ടും കള്ളനാക്കി. എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുമ്പോഴേ ഇത് പറയാവൂ. മരിച്ചോ ഇല്ലയോ? കുഴപ്പമായി. ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞവരാകെ അവശതയിലായി. ഇനി ഉവ്വ എന്ന് പറഞ്ഞില്ലേ കുറെ പേര് മരിച്ചു എന്ന്, അവരോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിച്ചു തുടങ്ങുക. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ആദാം തനിക്ക് 130 വയസ്സായപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന പേർ വിളിച്ചു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പറ. അത് മരിച്ചതിന് ശേഷമാണോ അതിന് മുമ്പാണോ? വേണ്ടതില്ല. എല്ലാവരും പോയോ? അല്ല, ഇത് മരിച്ചതിന് ശേഷമാണോ അതിന് മുമ്പാണോ? മരിച്ചതിന് ശേഷം മക്കളുണ്ട്. അവിടെ തീർന്നിട്ടില്ല. ശേത്തിനെ ജനിപ്പിച്ച ശേഷം പിന്നെയും ആദാം 800 സംവത്സരം കൂടെ ജീവിച്ചിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്. സംശയമുള്ളവർ നോക്കിക്കോണം. ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എണ്ണവും കണക്കും ഇല്ല. പിന്നെ 800 സംവത്സരം കൂടി ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മരിച്ചായിരുന്നു. അതല്ലേ അച്ഛാ ഞങ്ങൾ ആദ്യം പറഞ്ഞത്? പക്ഷെ മരിച്ചില്ലെങ്കിൽ ദൈവം നുണ പറഞ്ഞു എന്ന് വരില്ലേ? ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുമോ? പിന്നെ പറ. ഇതിപ്പോൾ ആകെ പ്രശ്നമായല്ലോ അച്ഛാ. മരിച്ചു എന്ന് പറഞ്ഞാലും കുഴപ്പം, മരിച്ചില്ല എന്ന് പറഞ്ഞാലും കുഴപ്പം. ഈ കുഴപ്പങ്ങളെല്ലാം ഇവിടെ മനഃപൂർവ്വം അച്ഛൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ്.
എന്തിനാണെന്നറിയാമോ? നമ്മുടെ ആളുകൾ ബൈബിൾ വായിക്കും, പക്ഷേ ചിന്തിക്കില്ല. ചിന്തിക്കണം. അവരന്ന് മരിച്ചു. കാരണം മരിക്കുമെന്ന് പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ട് പഴം തിന്ന നിമിഷം അവർ മരിച്ചു. ആമേൻ. അവർ മരിച്ചു. ആമേൻ. അവർ മരിച്ചു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? മരണത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. മൂക്കിൽ റോൾ പഞ്ഞിയൊക്കെ തിരികെ, കയ്യും കാലും കൂട്ടിക്കെട്ടി, താടിക്ക് വീണ്ടും ഒരു കെട്ടുകെട്ടി, വെളുത്ത വസ്ത്രം പുതപ്പിച്ച്, പെട്ടിക്കകത്ത് കിടത്തി, തലയ്ക്കൽ കുരിശും തിരിയുമൊക്കെ വെച്ച്, പാട്ടുപാടി പ്രാർത്ഥിച്ച് പള്ളിയിൽ കൊണ്ടുപോയി സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്ന പരിപാടിയാണ് മരണമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഈ മരണം അവിടെ സംഭവിച്ചോ ഇല്ലയോ, സംഭവിച്ചോ ഇല്ലയോ, ഇതാണ് ഇവിടെ നടന്ന വാദങ്ങൾക്ക് മുഴുവൻ അടിസ്ഥാനം. ഈ സംഭവം ഏദൻ തോട്ടത്തിൽ അന്ന് സംഭവിച്ചില്ല. സത്യമായിട്ടും സംഭവിച്ചില്ല. നമുക്കറിയാവുന്ന മരണം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ മരിച്ചു. സത്യമായിട്ടും അവർ മരിച്ചു. കാരണം ദൈവമാണ് പറഞ്ഞത്, നീ മരിക്കുമെന്ന്. അന്നവർ മരിച്ചുവെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അന്ന് സംഭവിച്ചതാണ് ശരിയായ മരണം. അന്ന് സംഭവിച്ചതാണ് ശരിയായ മരണം. വേദപുസ്തകം അവതരിപ്പിക്കുന്ന ദൈവശാസ്ത്രപരമായ മരണം ഏദൻ തോട്ടത്തിൽ സംഭവിച്ച മരണമാണ്. എന്തായിരുന്നു അത്? അത് മനസ്സിലാക്കാൻ അച്ഛൻ വേറൊരു ഉദാഹരണം പറയാം. സാധാരണ നിലയിൽ ഒരാൾ മരിക്കുന്നത് എപ്പോഴാ? നമുക്കറിയാവുന്ന മരണം. സാധാരണ നിലയിൽ ഒരാൾ മരിക്കുന്നത് എപ്പോഴാ? പ്രായമാവുമ്പോൾ, അപകടം പറ്റുമ്പോൾ, ശ്വാസം നിലയ്ക്കുമ്പോൾ, ആത്മാവ് പോകുമ്പോൾ, അല്ലേ? അല്ല, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആളുകൾ പറയും ക്യാൻസർ വന്ന് മരിച്ചു, അറ്റാക്ക് വന്ന് മരിച്ചു, ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. അത് കേട്ടിട്ട് ഒരു അച്ഛൻ ഇന്നാൾ പറഞ്ഞു, അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചതല്ല, മരിച്ചപ്പോൾ കുഴഞ്ഞു വീണതാണ്. അതാണ് സത്യം. കുഴഞ്ഞു വീണ് മരിക്കുകയല്ല, മരിച്ചു കുഴഞ്ഞു വീഴാണ്. ആരെപ്പോ വീഴുമെന്ന് ആർക്കറിയാം? മരിക്കുന്നത് എപ്പോൾ? അല്ല, എന്ത് കാരണത്താൽ, എങ്ങനെയാണ് മരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഉത്തരം വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ബോധ്യപ്പെട്ടിട്ടില്ല. എന്താണ് മരണം? എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത്? എപ്പോഴാണ് ഒരാൾ മരിക്കുന്നത്? യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. ബേഥാനിയായിൽ ലാസറിന്റെ കല്ലറയ്ക്കരികിൽ യേശുമിശിഹ നിന്ന് മാർത്തയോട് സംസാരിക്കുന്നു. തമ്പുരാൻ കർത്താവ് മാർത്തയോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഏതൊരാളും മരിക്കുന്നത് ജീവൻ പോകുമ്പോഴാണ്. ഹല്ലേലൂയ, ആമേൻ. അറ്റാക്ക് വന്നാലും മരിക്കുന്നത് ജീവൻ പോകുമ്പോഴാണ്. ആക്സിഡന്റ് പറ്റിയാലും മരിക്കുന്നത് ജീവൻ പോകുമ്പോഴാണ്. കൊറോണ വന്നാലും മരിക്കുന്നത് ജീവൻ പോയതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പ്രായം ചെന്നാലും ഒരാൾ മരിക്കുന്നത് ജീവൻ പോകുന്നത് കൊണ്ടാണ്. എപ്പോൾ ജീവൻ പോകുമോ അപ്പോൾ മരിക്കും. തർക്കമുണ്ടോ? പറ, ഉറക്കെ പറ. എപ്പോൾ ജീവൻ പോകുമോ അപ്പോൾ മരിക്കും. മരിക്കുന്നത് എപ്പോഴാ? ജീവൻ. എന്താണ് ജീവൻ? ഉത്തരപ്പ് പറഞ്ഞു. എന്താണ് ജീവൻ? യേശു നിന്നുകൊണ്ട് അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ, ഐ ആം ദ ലൈഫ്. ഞാനാണ് ജീവൻ. യേശു ക്രിസ്തുവാണ് ജീവൻ. ആമേൻ. അതൊരിക്കലല്ല തമ്പുരാൻ പറഞ്ഞത്, പിന്നെയും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. യേശു നിന്നുകൊണ്ട് കൽപ്പിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഞാനാണ് ജീവൻ, ഞാനാണ് ജീവൻ, ഞാനാണ് ജീവൻ എന്നവൻ കൽപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അവനാണ് ജീവൻ. നമ്മൾ പഠിച്ചു, ഒരാൾ മരിക്കുന്നത് ജീവൻ പോകുമ്പോഴാണ്. ആമേൻ. ജീവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തു ആരാണ്? ആരാ? 1 മണിക്കൂറേ ഉള്ളൂ. വേഗം ഉത്തരം പറയണം.
അരമണിക്കൂർ തീരാറായി. യേശുക്രിസ്തു ആരാ? ഏതാണ്ടൊക്കെ അവിടെ ഇരുന്ന് ഞരങ്ങുന്നുണ്ട്. ഉത്തരം: യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം വായിച്ചു തുടങ്ങുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യം: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒരിക്കൽ കൂടെ വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനെ വിളിച്ച പേരാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ സാക്ഷാൽ ദൈവമാണ്. ആമേൻ. യേശുക്രിസ്തു ആരാ? ദൈവമാണ്. ആമേൻ. അവനാണ് പറഞ്ഞത്, ഞാനാണ് ജീവനെന്ന്. യേശുക്രിസ്തുവാണ് ജീവൻ. ആമേൻ. ദൈവമാണ് ജീവൻ. ഒരാൾ മരിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ്. ഏദൻ തോട്ടത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? പാപം ചെയ്ത നിമിഷത്തിൽ ദൈവത്തോടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു. അർത്ഥം ജീവൻ പോയി. അതിനാൽ അവർ മരിച്ചു. എപ്പോൾ ഒരാൾക്ക് ജീവൻ പോകുന്നുവോ അപ്പോൾ ആ ആൾ മരിക്കും. എപ്പോൾ ഒരാൾ ദൈവബന്ധം പിരിയുന്നുവോ അപ്പോൾ ആ ആൾ മരിക്കും. ഒരാൾക്ക് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടാനുള്ള കാരണമെന്ത്? അതിന് ഒരുപാട് കാരണമൊന്നുമില്ല. ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം പാപമാണ്. പാപം പാപം പാപം. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞത്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ ആകുന്നു. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞത്: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം വാക്യത്തിലൂടെ പ്രവാചകൻ മുഖാന്തരം പരിശുദ്ധാത്മാവ് അരുളി ചെയ്തത്: പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആമേൻ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരിക്കത്തക്ക രോഗം ഒരാളെ പിടികൂടി എന്ന് പറഞ്ഞാൽ അയാളെ പിടികൂടിയ രോഗം ക്യാൻസർ അല്ല, മാരകമായ പനിയല്ല, ക്ഷയരോഗമല്ല, കുഷ്ഠരോഗമല്ല, ഈ ലോകത്തിന്റെ ഒരു രോഗവുമല്ല. ആ രോഗം പാപമാണ്. 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 ഈ രോഗം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഈ രോഗം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഏത് പാപത്തിന്റെ കാര്യമാണ് അച്ഛാ ചോദിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ എന്നോട് നിശബ്ദമായി ആരായുന്നത്? വലിയ വലിയ പാപങ്ങളൊക്കെ നമുക്ക് പരിചിതമാണ്. മദ്യപാനം, വ്യഭിചാരം, വെറിക്കോത്തുകൾ, മയക്കുമരുന്നിന്റെ ഉപയോഗം, അതിന്റെ വ്യാപനം. ചിലർ പറയും ഇതൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ ആ വഴിയേ പോയിട്ടില്ല. അഹങ്കാരം. ലോകത്തെ ഏറ്റവും ഘനം കൂടിയ, വെയിറ്റ് കൂടിയ പാപമാണ് അഹങ്കാരം, ഞാനെന്ന ഭാവം. ഒരു മദ്യപാനിയെ ഒരു തുലാസിന്റെ ഒരു തട്ടിലും ഒരു അഹങ്കാരിയെ മറുതട്ടിലും കയറ്റി ഇരുത്തിയാൽ മദ്യപാനിയുടെ തട്ട് ആകാശത്തേക്ക് പൊങ്ങിപ്പോവും. അഹങ്കാരിയുടെ തട്ട് ഭൂമി കുഴിച്ച് താഴേക്ക് ഇറങ്ങിപ്പോവും. കയ്യിലുണ്ടോ? അഹങ്കാരം കയ്യിലുണ്ടോന്നാ ചോദിച്ചത്. കൊണ്ടുവരാൻ മറന്നുപോയി. ആമേ. അച്ഛൻ ആവശ്യമുണ്ടായിട്ട് ചോദിച്ചതാന്ന് വിചാരിച്ച ഇവിടെ ഒരാൾ പറയാ കൊണ്ടുവരാൻ മറന്നുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിക്കുക. അസൂയ, മികളം, വഴക്ക്, വാശി, വൈരം, വെറുപ്പ്, വിദ്വേഷം, പക, ദ്രവ്യാഗ്രഹം, ഈ വക പാപങ്ങളിൽ നിന്ന് സ്വയം വിധി എഴുതി ഇതിനെയെല്ലാം മൂടിപ്പിടിച്ച്
അതിനെ സുഖമായി വെച്ച് ആസ്വദിച്ച് ദൈവത്തെ വെല്ലുവിളിച്ച് സഹജീവിയെ വെല്ലുവിളിച്ച് ഭക്തിയുടെ പുറംകുപ്പായവുമിട്ട് ഞാനൊരു പരമഭക്ത എന്ന് നടിച്ച് ദൈവം മുമ്പിൽ വേഷം കെട്ടി ആടുന്നവരോടാണ് ദൈവം പറഞ്ഞത്, നിന്റെ കണ്ണിൽ നീ ഭക്തനാണ്, വിശുദ്ധനാണ്, നീതിമാനാണ്, അങ്ങനെ തന്നെയാണ്. എന്നാൽ എന്റെ കണ്ണിൽ നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ്, നിന്നിൽ പാപമുണ്ട്, നീ ഞാനും തമ്മിൽ ബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ? ഈ പറഞ്ഞ പാപങ്ങളിൽ ഏതെങ്കിലും കയ്യിരിപ്പുള്ളവർ ചിന്തിച്ചിട്ട് മാത്രം ഉത്തരം പറയണം. ദൈവത്തെ കബളിപ്പിക്കാനാകില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ? കറണ്ട് പോയോ? ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉണ്ടോ? പോയി. എപ്പോഴാ മരിച്ചത്? ഇപ്പോഴാ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൊന്നതാവും. എപ്പോഴാ മരിച്ചത്? പാപം ചെയ്തപ്പോഴാ. ഓർമ്മയുണ്ടോ? ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പാപങ്ങൾ പലതും പേറിക്കൊണ്ടാണ് പലരും ഈ പന്തലിരുന്ന് ദൈവത്തെ കബളിപ്പിക്കാൻ ആലോചിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഹൃദയ നിരൂപണങ്ങൾ വായിച്ചറിഞ്ഞവന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ തുടങ്ങിയത്. ദൈവത്തിന്റെ വചനം തീയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കണ്ണാടിയാണ്. നിന്നെ നിനക്ക് കാണണമെങ്കിൽ നീ ദൈവവചനത്തിലേക്ക് നോക്കണം. സാധാരണ കണ്ണാടിയിൽ നോക്കിയാൽ ബാഹ്യരൂപം കാണാം, ആന്തരിക രൂപം കാണാൻ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കണം. ആ കണ്ണാടി നിനക്ക് കാണിച്ചു തരും നീ ആരാണെന്ന്, നീ എന്താണെന്ന്. ഞാനും നീയും ഒരുപാട് വഴുതി മാറിപ്പോയി കുഞ്ഞെ. ഇപ്പോൾ നമുക്ക് പേരേ ഉള്ളൂ, ജീവനില്ല. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എന്നാൽ നീ അല്ല, ഞാൻ മരിച്ചവനാകുന്നു. ഇപ്പോൾ ചിലരുടെ ഉള്ളം പറയുന്നുണ്ട്, വരേണ്ടിയിരുന്നില്ല. അല്ല, സത്യം അറിയുന്നത് തെല്ല് നൊമ്പരമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ പലരും തർക്കിക്കാൻ കാരണം എന്താ? തെറ്റിനെ ശരിയാക്കാനുള്ള വ്യഗ്രത കൊണ്ടാണ്, അല്ലെങ്കിൽ തെറ്റിനെ മറച്ചു പിടിക്കാനുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ്. എന്നാൽ തർക്കിച്ചിട്ടും വാദിച്ചിട്ടും ഒന്നും കാര്യമില്ല. ഉള്ളങ്ങൾ അറിയുന്നവനാണ് സംസാരിക്കുന്നത്. നീ മരിച്ചവനാണ്, നീ മരിച്ചവളാണ്. എങ്കിൽ ഇന്ന് ഈ പന്തൽ വിട്ടു പോകും മുമ്പ് ജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമാകുവാൻ കാൽവരി ക്രൂസിൽ തന്റെ ചങ്കിലെ ചോര ഊറ്റിയ തമ്പുരാൻ ഇന്ന് ഇരു കയ്യും വിരിച്ചു നീട്ടി നിന്നെ കരവലയത്തിൽ ഒതുക്കി നിന്റെ പാപങ്ങൾ ഖനിച്ച് തന്റെ മാറോട് ചേർക്കാൻ ഇവിടെ വന്ന് ഇരു കരവും നീട്ടി നിൽക്കുകയാണ്. നീ നിന്റെ പാപത്തെ വെറുത്തുപേക്ഷിച്ചവന്റെ കരവലയത്തിൽ ഒതുങ്ങണം. വെറുപ്പും വിദ്വേഷവും പകയും വിടണം. ആരോടെങ്കിലും ഭിന്നിച്ചും കലഹിച്ചും ഇരിക്കുന്നുവെങ്കിൽ, വാശി കൂട്ടി ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഇവിടം വിട്ട് പോകും മുമ്പ് നിരന്നുകൊള്ളണം. അത്താഴം ഉണ്ണും മുമ്പ് നിരന്നുകൊള്ളണം. അന്തി ഉറങ്ങും മുമ്പ് നിരന്നുകൊള്ളണം. ഇനി ഒരിക്കൽ കൂടെ നിരപ്പാകാൻ അവസരം കിട്ടിയെന്ന് വരില്ല. അതിനാൽ നിരന്നുകൊള്ളണം. ദൈവമക്കളെ, നമുക്കറിയില്ല എപ്പോഴെന്ത് സംഭവിക്കുമെന്ന്. ഒരിക്കൽ 32 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു. ആ പെൺകുട്ടി അങ്ങാലം ഭയങ്കര ഭക്തിയുള്ള കുട്ടിയാ. ബൈബിൾ താഴെ വയ്ക്കാതെ കൊണ്ട് നടക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തു വന്ന ഒരു ഭക്തയായ പെൺകുട്ടി. പക്ഷെ കരച്ചിൽ അടങ്ങുന്നില്ല. അവൾ അലമുറയിട്ട് കരയുകയാണ്. അടക്കമൊക്കെ കഴിഞ്ഞിട്ടും കരച്ചിലടങ്ങുന്നില്ല. പള്ളിയിൽ വികാരി അച്ഛൻ പോയി 7 ദിവസം തുടർച്ചയായി ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തു. മോളെ, ഇതൊക്കെ പൊരുത്തപ്പെടണം. കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യാശ കൈവിടരുത്, ഇങ്ങനെ കരയരുത്. ഇത് നിരാശയിൽ നിന്ന് ഉടലെടുക്കുന്നു. പക്ഷെ അവൾ കരച്ചിലടക്കുന്നില്ല. അവസാനം സഭി കെട്ടിട്ട് അച്ഛൻ പറഞ്ഞു, പൗലോസ് അച്ഛൻ വന്നൊന്ന് ഈ കുട്ടിയോട് സംസാരിക്കണം. ഞാൻ പോയി ദൂരദേശത്ത് ആ കുട്ടിയെ കണ്ടു. കുറെ നേരം അവളെ വെറുതെ നോക്കിയിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോ ഉണങ്ങാത്ത മുറിവ് ഉള്ളിൽ കിടന്ന് വല്ലാതെ നീറുന്നത് കൊണ്ടാണ് ഈ കുട്ടി കരച്ചിലടക്കാത്തത്. ഞാൻ ചോദിച്ചു, മോളെ, എന്തേ നിന്റെ ഉള്ളിൽ ഇങ്ങനെ പുകയുന്നത്? എന്താണ് നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത്? പറ. അവൾ പറഞ്ഞത്,
വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞാനും എൻ്റെ ഭർത്താവും ഭയങ്കര സ്നേഹത്തിലായിരുന്നു, പിണങ്ങാറേയില്ല. അഥവാ പിണങ്ങിയാൽ 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇണങ്ങും. ആരെങ്കിലും ഒരാൾ ഒന്ന് തട്ടും, ഒന്ന് മുട്ടും, ഒന്ന് മൂളും, കെട്ടിപ്പിടിക്കും, തീരും. അച്ഛാ, എന്നാൽ ഒരു ദിവസം ഞങ്ങൾ തമ്മിലൊന്ന് പിണങ്ങി. ഈ അടുത്ത ദിവസം അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി, അച്ചായൻ ഉത്തരവാദിയല്ല. പിണങ്ങിക്കഴിഞ്ഞിട്ട് പതിവ് പോലെ അച്ചായൻ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നൊന്ന് മുരടനക്കി ചുമല് കൊണ്ട് എന്നെ തട്ടി. ഞാൻ മൈൻഡ് ചെയ്തില്ല. അച്ചായൻ മാറിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എൻ്റെ അരികിൽ വന്ന് എൻ്റെ തലമുടി പിടിച്ച് വലിച്ചു. അപ്പം ഞാൻ മാറിപ്പോയി. അത് ഞാൻ കൂട്ടി കൊണ്ടുപോയി. അച്ഛാ 7 ദിവസം മിണ്ടാതെ നടന്നു. കട്ടിലിൽ ഞാനും അച്ചായനും തമ്മിൽ തൊടാതിരിക്കും ഞാൻ പരമാവധി അകലം പാലിച്ചു. അച്ചായൻ എൻ്റെ ശരീരത്തിൽ തൊടുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു. ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നു. ഒരു തോന്നലിൽ ചെയ്തതാ. 7 ദിവസമായി. അച്ചായൻ രാവിലെ ഓഫീസിൽ പോകാൻ നേരം വസ്ത്രം മാറി എൻ്റെ അരികിൽ വന്ന് ചുമൽ കൊണ്ട് എന്നെ തട്ടി. ഞാൻ മാറിപ്പോയി. തലമുടിയൊന്ന് പിടിച്ചു വലിച്ചു. അപ്പോഴും ഞാൻ മാറിപ്പോയി. അന്ന് കുറേ നേരം ചുറ്റിപ്പറ്റി നിന്നിട്ട് 7 ദിവസത്തിന് ശേഷം എന്നോടൊരു വാക്ക് അദ്ദേഹം സംസാരിച്ചു. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. സംസാരിച്ചാലെങ്കിലും ഞാൻ പ്രതികരിക്കുമെന്ന് നനച്ചിട്ടുണ്ടാകണം. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു പോയതല്ലാതെ കണ്ണിലേക്ക് നോക്കിയില്ല, കയ്യിൽ കൊടുത്തില്ല. വേദനയോടെ വെള്ളമെടുത്ത് കുടിച്ചിട്ട് പുറത്തു പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. 2-3 പ്രാവശ്യം റൈസ് ചെയ്തു. ഞാൻ അവിടെ ചെന്ന് നിന്നിട്ടേ അദ്ദേഹം പോയിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ചെല്ലാത്തത് കൊണ്ട് ബൈക്ക് ഓഫ് ചെയ്ത് തിരിച്ച് വീണ്ടും വന്നു. തട്ടിയിട്ട് മുട്ടിയിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നോട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ. ആവശ്യം ഉണ്ടായിട്ടല്ല. 2ാമത്തെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ അതുപോലെ മേശപ്പുറത്ത് എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു പോയി. ആ വെള്ളവും കുടിച്ചിട്ട് അല്പനേരം കൂടെ നിന്നിട്ട് പോയതാണ്. തിരിച്ചു വന്നത് ആംബുലൻസ്. ഈ ആയുസ്സിൽ ഇനി ഒരിക്കലും രമ്യതപ്പെടാൻ കഴിയില്ലല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരായിട്ട് ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ പന്തലിലുണ്ടെങ്കിൽ ഒരു നിമിഷം വൈകരുത്. പിന്നെ അവസരം കിട്ടിയെന്ന് വരില്ല. നിരന്നു കൊള്ളണം. ഹല്ലേലൂയ. നിരന്നു കൊള്ളണം. 4 കാര്യം ദൈവത്തിന് പറയാനുണ്ട്. 1, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെന്നാൽ നീ മരിച്ചവനാണ്. നിഷേധിക്കാൻ ആർക്ക് കരുത്തുണ്ട്? ആമേൻ. 2ാമത് കർത്താവ് പറയുന്നത്, നീ ഉണർന്നിരിക്കേണ്ട വ്യക്തിയാണ്, എന്നാൽ ഞാൻ നോക്കുമ്പോൾ നീ ഉറങ്ങുകയാണ്. ഇന്ന് പാഠം വായിച്ചത് ഓർമ്മയില്ലേ? ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പി, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. ഉണർന്നിരിക്കേണ്ട വിശ്വാസിയാണ് ഞാൻ നീയും. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ നീ ഉറങ്ങുകയാണ്. അലസതയുടെ ഉറക്കം, പാപാസക്തിയുടെ ഉറക്കം, ഈ ലോക ഇമ്പങ്ങളുടെ ഉറക്കം, പ്രിയപ്പെട്ടവരെ നിരാശയുടെ ഉറക്കം, പലവിധ കാരണങ്ങളാൽ ഉറങ്ങിപ്പോയവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു നിൽക്കാൻ നമുക്ക് മുമ്പിൽ നേരമില്ല. പിന്മാറ്റത്തിന്റെ ഉറക്കം, വഴിമാറിപ്പോയവന്റെ ഉറക്കം, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവന്റെ ഉറക്കം. ദൈവ പൈതലെ, വിശ്വാസി ജാഗ്രതയോട് ഉണർന്നിരിക്കണം. സർവശക്തനെല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുക. ഈ ലോകത്തൊരു വിശ്വാസി ജാഗ്രതയോടെ നിൽക്കണം. ഞാനും നിങ്ങളും ജാഗ്രതയോടെ നിന്ന് നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യണം. അത് കുഴിച്ചിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങരുത്. തുവാലയിൽ പൊതിഞ്ഞു കെട്ടി കുഴിച്ചിട്ടവനെ ഇരുട്ടിലും അന്ധകാരത്തിലും തള്ളിക്കളഞ്ഞു. കരച്ചിലും പല്ലുകടിയും ഉള്ളിടത്ത് അധ്വാനിക്കണം. ഉണർവോടെ ശുശ്രൂഷ ചെയ്യണം. ഉണർവോടെ ദൈവവേല ചെയ്യണം. ഉണർവോടെ ആത്മീയ ശുശ്രൂഷകളിൽ ഉണർവുണ്ടാകണം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷനിൽ ഇന്ന് പന്തൽ നിറഞ്ഞു. ഇരിപ്പിടം കിട്ടാതെ കുറെ പേർ നിൽക്കുന്നുണ്ട്. ഇന്നലെ നിറഞ്ഞോ? ഇല്ല. നാളെ നിറയുമോ? ഇന്ന് മാത്രം എന്തേ? ദൈവമക്കളെ,
ഉണർവ് വേണം, ഉണർവ്. ഇന്ന് എന്തോരം മാതാപിതാക്കള് മക്കളെ ചൊല്ലി കരയുന്നത്. ആ കരച്ചിൽ ഒഴിവാക്കാൻ ഒരു മാർഗമുണ്ട്. അവർക്ക് പിറവി കൊടുക്കും മുമ്പ് അവരെ കുറിച്ച് ഉണർന്ന് ജാഗരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും എല്ലാം സംഭവിച്ചു കഴിയുമ്പോഴാണ് അമ്മയാകാൻ പോകുന്നു, അപ്പനാകാൻ പോകുന്നു എന്ന് ചിലർ അറിയുന്നത്. പ്രാർത്ഥിച്ചിട്ടില്ല. ഉണർവ് വേണം. എല്ലാറ്റിനെ കുറിച്ചും ഉണർവ് വേണം, വ്യക്തമായി ഉണർവ് വേണം. ഉണർന്നിരിക്കേണ്ടവൻ ഉറങ്ങിയത് കൊണ്ട് അവന് പറ്റിയ അപകടത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശിംശോൻ. ഒരു ബാലസിംഹത്തെ വെറും കൈ കൊണ്ട് പിടിച്ച് കീറിക്കളഞ്ഞവൻ, കടലാസ് കീറും പോലെ. ഒരു കഴുതയുടെ പച്ചത്താടിയല് കൊണ്ട് 1000 ആയുധപാണികളായ പട്ടാളക്കാരെ ഒറ്റയ്ക്ക് നിന്ന് തല്ലിക്കൊന്നവൻ. 300 കുറുനരികളെ ഒരു ദിവസം ഉച്ചയ്ക്കുള്ളിൽ ഓടിച്ചിട്ട് പിടിച്ചവൻ. ഇത്രയും മല്ലനും ബലശാലിയുമായ ഒരുവൻ ആരുള്ളൂ? അവനൊരു വേശ്യ പെണ്ണിന്റെ മടിയിൽ കിടന്നു ഉറങ്ങി. അതിലെല്ലാം തീർന്നു. അവന്റെ തല മുണ്ഡനം ചെയ്തു, അവന്റെ ശക്തി ചോർന്നുപോയി, അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, അവന് രാജകൊട്ടാരത്തിന് നിലവറയില്ല ബന്ധനസ്ഥനാക്കി. 12 കാളകൾ തിരിക്കുന്ന തിരികല്ലിൽ മുഖം അവന്റെ ചുമരിൽ വെച്ച് അവനെ കൊണ്ട് അടിമപ്പണിയെടുപ്പിച്ചു. ഒടുവിൽ രാഘവന്റെ ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ അവന്റെ പൊട്ടക്കണ്ണിൽ കുഞ്ഞുങ്ങൾ വിരൽ കുത്തിയിറക്കി. എന്നിട്ട് അവനെ കുരങ്ങ് കളിപ്പിച്ചു. ഒടുവിൽ അവൻ സൂയിസൈഡ് ചെയ്യുകയല്ലേ ചെയ്തത്? തന്നെ ബന്ധിച്ചിട്ടിരുന്ന ക്ഷേത്രത്തിന് തൂണ് വലിച്ച് തലയിലിട്ട് 3000 പേരെ തന്നോടൊപ്പം കൊന്നുവെങ്കിലും അവൻ അങ്ങനെ തന്നെത്താൻ കൊല്ലുകയായിരുന്നില്ലേ? ഉണർന്നിരിക്കേണ്ടവൻ ഉറങ്ങിയാൽ അപകടമാണ്. വിശ്വാസിയെ, നീ ഉണർന്നിരിക്കേണ്ടവനാണ്. വിശ്വാസിനി, നീ ഉണർന്നിരിക്കേണ്ടവളാണ്. ജാഗ്രത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പറയാനുള്ള ഊരുപോലും ഇല്ലാതെയായി. അച്ഛ മരിച്ചു എന്ന് അച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് ശബ്ദം പുറത്തു വരാത്തത്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ മരിച്ചവരാരും സംസാരിക്കാറില്ല എന്ന് നിങ്ങൾക്കൊരു ഉപാധി പറയാനുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞത് അല്ലേലും വയ്യാന്നായിരുന്നു. ആമേൻ. ഉണർന്നിരിക്കണം. ഉറങ്ങിയത് മതി, അലസരായി ജീവിച്ചത് മതി, ലോക ഇമ്പങ്ങളിൽ മുഴുകി കാലം പോക്കിയത് മതി, ദൈവത്തെ മറന്ന് തന്നിഷ്ടപ്രകാരം നടന്നത് മതി, ലോകത്തിന്റെ സമ്പത്തിന് പിന്നാലെ അന്ധമായി ഓടിയത് മതി, ഈ ലോകം തരുന്ന സ്ഥാനമാനങ്ങളും കസേരകളും തേടി പരക്കം പാഞ്ഞത് മതി, ഈ ലോകത്തിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഈ നിന്റെ ജീവിതവും ആരോഗ്യവും ബലവും ശക്തിയും ചോർത്തിക്കൊടുത്തത് മതി. നിനക്ക് വേണ്ടി ജീവൻ തന്ന ഒരുവനുണ്ട്, അവന് വേണ്ടി കാണാമറയത്ത് മറഞ്ഞിരുന്നു കൊണ്ട് കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നവരെ പോലെ നിന്നെ പാവ കളിപ്പിക്കുന്നവന് വേണ്ടി അല്ല നീ പോരാടേണ്ടത്, ജാഗ്രതപ്പെടേണ്ടത്. നിനക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി. നിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമാകുവാൻ കാൽവരി ഗിരിമുകളിൽ തൂക്കപ്പെട്ടവൻ, ചങ്ക് പിളർന്ന് ചോര തന്നവൻ, പ്രാണൻ വെച്ച് മറുവിലയായവൻ. ഹല്ലേലൂയ. അവന് വേണ്ടി ജാഗ്രതപ്പെടണം. അവന്റെ വേലയ്ക്ക് വേണ്ടി, അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അവന്റെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, അതിനുവേണ്ടി തന്നെ ജാഗ്രതപ്പെടണം. കർമ്മേലിലെ യാഗപീഠത്തിൽ ഏകനായി നിന്ന് 850 വിഗ്രഹാരാധകരായ പ്രവാചകന്മാരോട് മത്സരിച്ച് ആകാശത്തു നിന്ന് തീയിറക്കി യാഗപീഠം കത്തിച്ചവൻ ഏലിയാവ് ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുമ്പിൽ പേടിച്ചോടി നിരാശപ്പെട്ട് ചൂരച്ചുരുടെ തണലിൽ കിടന്നുറങ്ങി. ലോകത്ത് ആര് പേടിപ്പിച്ചാലും ദൈവമക്കൾ പേടിക്കണ്ട. കാരണം തീയിറക്കാൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. ആവശ്യം വരുമ്പോൾ അവൻ കത്തിക്കും. ആ ഉറപ്പ് ദൈവമക്കൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഉറങ്ങിയത് മതി. ഉണരുക, ഉണരുക സിയോനേ, നീ ഉണരുക. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇനിയും ഉറങ്ങിയാൽ
മണവാളൻ വരുമ്പോൾ ആ കാഹളം നിന്റെ കാതുകളിൽ മുഴങ്ങില്ല, മുഴങ്ങിയാലും നീ അറിയില്ല. ഉറങ്ങിയത് മതി, ഉണരുക. മൂന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്നെ നോക്കി, ഞാൻ നിന്നെ കണ്ടു, നീ ശക്തനായിരിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ നിന്നെ കണ്ടിട്ട് ചാകാറായ ശേഷിപ്പ് പോലെ ഇരിക്കുന്നു. കേട്ടിട്ടില്ലേ ഒരു പഴഞ്ചൊല്ല്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുക. ചില ആളുകൾ അങ്ങനെയാണ്. ജീവനുണ്ടോ? ഉണ്ട്. പ്രയോജനമുണ്ടോ? ഇല്ല. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. 4 ആളുകളെ അടുത്തടുത്ത് നിർത്തി അച്ഛൻ പരിചയപ്പെടുത്താം. ഇവിടെ ഇരിക്കുന്നവരൊന്നും അല്ല കേട്ടോ. ഒരാൾ ഞാനാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുക. കൈ അനക്കാൻ പറ്റും, കാലനക്കാൻ പറ്റും, നാവനക്കാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും, കാതുകൊണ്ട് കേൾക്കാൻ പറ്റും, ഹൃദയം കൊണ്ട് കാര്യങ്ങളെല്ലാം ചിന്തിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പൂർണ്ണാരോഗ്യവാൻ എന്ന് പറയാം. ജീവനുണ്ട്. ആമേൻ. ഇല്ലേ? ജീവൻ ഉണ്ട്. ഇവിടെ അടുത്തൊരാൾ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, കാഴ്ചയില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ എൻ്റെ അടുത്തൊരാൾ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആ ആൾക്കൊരു പ്രത്യേകതയുണ്ട്. 2 കാല് മുട്ടിന് കീഴെ ജീവനില്ല, ചലനമില്ല. കാല് ചവിട്ടി നടക്കാൻ പറ്റില്ല. മുട്ടിന് കീഴെ കാലിന് ബലമേ ഇല്ല, തളർന്നു പോയതാണ്. അയാൾക്കും ജീവനുണ്ട്. പക്ഷെ എൻ്റെ അത്രയും പറ ഇല്ല. കാരണം ഞാനിപ്പോൾ 2 കാലിലാണ് നിൽക്കുന്നത്. പോയിക്കാലൊന്നുമല്ല, ഒറിജിനലാ. ആമേ. ഞാനിവിടെ കാലേ ചവിട്ടി നിൽക്കുവാണ്, ഇയാൾ കാല് തളർന്ന് ഇരിക്കുക. 2 പേർക്കും ജീവനുണ്ട്. പക്ഷെ ഒരേപോലെയാണോ? അല്ല. അതിനപ്പുറത്തൊരാൾ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. കാണാമോ? സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ആ ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. അരയ്ക്ക് കീഴെ തളർന്നു പോയതാണ്. അതിന് മോഡിലോട്ട് ജീവനുണ്ട്. അയാൾക്കും ജീവനുണ്ട്. പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ആളുടെ എത്ര ഉണ്ടോ? ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ 3-4 പേരെ ഞാൻ എൻ്റെ വണ്ടി കയറ്റിക്കൊണ്ട് വന്നാൽ എൻ്റെ ചോദിച്ചാൽ ഉത്തരം പറയാം. കോതമംഗലത്തുകാരൊക്കെ പ്രതികരണ ശേഷിയുള്ളവരാണ്. ഇവിടുത്തെ മനുഷ്യർ എന്തോ ഒരുമാതിരി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർവേക്കല്ല് പോലെ. അല്ലെ, ഞാൻ ഈ ചരമപ്രസംഗം പറയുവാണോ എന്ന് എനിക്കൊരു സംശയം. ചരമപ്രസംഗം പറഞ്ഞ ഈ കിടക്കുന്ന പുള്ളി അക്ഷരം മിണ്ടുകയല്ല, ഒരു ഭാവവ്യത്യാസവും കാണുകയില്ല. അതുപോലെ എങ്ങനെ നിങ്ങൾ ഇരിക്കുന്നത്? പ്രിയപ്പെട്ട ഒരു ഉത്തരം പറ. ഈ മൂന്നാമതിരിക്കുന്ന ആൾക്ക് രണ്ടാമതിരിക്കുന്ന ആളുടെ അത്രയും ജീവനുണ്ടോ? ഈ മൂന്നാമതിരിക്കുന്ന ആൾക്ക് ഒന്നാമത് നിൽക്കുന്ന ആളെ അത്രയും ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ബലം കുറവാ. നാലാമതൊരാൾ അവിടെ കിടക്കുക. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ബെഡിൽ കിടക്കുക, തളർന്നു പോയി മൊത്തം. കണ്ണ് കാഴ്ചയുണ്ട്, കാതിന് കേൾവിയുണ്ട്, സംസാരശേഷിപ്പൊന്നുമില്ല, കിടപ്പ. അതിനും ജീവനുണ്ട്. പറ ഇല്ലേ? ഉണ്ട്. ആമേൻ. മറ്റുള്ളവരെ പോലെ ഉണ്ടോ? നിങ്ങൾ ഇതിൽ ഏത് സ്ഥാനത്താണ് ഇപ്പോൾ? അല്ല, ആത്മീയമായി നിങ്ങൾ ഇതിൽ ഏത് സ്ഥാനത്തായി ഇപ്പോ? നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? കർത്താവിന്റെ സഭയിൽ കർത്താവിന്റെ വേല സംബന്ധിച്ച്, സുവിശേഷ ശുശ്രൂഷ സംബന്ധിച്ച്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണി സംബന്ധിച്ച് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഞാൻ പാടാറുണ്ട് അച്ഛാ. നല്ല മൈക്കും പ്രഥമ സ്ഥാനവും കിട്ടിയില്ലെങ്കിൽ പോകില്ല. ഇനി ഒരാഴ്ചത്തേക്കുള്ളതായി. ഞാൻ ശുശ്രൂഷകളൊക്കെ നിയന്ത്രിക്കാറുണ്ട് അച്ഛാ. ഒരു കൊല്ലം അധികാരമില്ലെങ്കിൽ ആ പന്തലിന്റെ പരിസരത്തേക്ക് പോകും. ഞാൻ പള്ളി ഭരണസമിതിയിൽ ഇരുന്നിട്ടുണ്ട് അച്ഛാ. ഭരണം പോയ പിന്നെ പള്ളി മുട്ടിച്ചിരിക്കുമെന്ന ഗതിയിലല്ല, ഊർജ്ജസ്വലരായി ദൈവവേല ചെയ്യണം.
ഊർജ്ജസ്വലരായി. നിങ്ങൾ ഈ ആയുസിൽ ഇന്ന് വരെ ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ഒരാത്മാവിനെ സ്വർഗത്തിന് വേണ്ടി ആദായപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കണക്ക് ബോധിപ്പിക്കും? ഇതാ ഞാൻ കൊയ്ത കച്ച. കാഴ്ച വയ്ക്കാൻ എന്തുണ്ട് കയ്യിൽ? ക്രിസ്ത്യാനി. 103 വർഷമായി ഇവിടെ ഈ കൺവെൻഷൻ കാരണവന്മാർ തുടങ്ങി തലമുറ കൈമാറി കൊണ്ടെടുക്കുക. ഒരാത്മാവിനെ സ്വർഗരാജ്യത്തിന് വേണ്ടി നേടിയിട്ടുണ്ടോ? കണക്ക് ബോധിപ്പിക്കണ്ടേ? ജീവിതത്തിൽ കരുതൽ വേണം. സമയം തീർന്നു. 4, ഞാൻ നിന്നെ സൂക്ഷിച്ചു നോക്കി, ഞാൻ നിന്നെ നല്ലവണ്ണം കണ്ടു. ഞാൻ നിന്റെ ജീവിതത്തിൽ സമർപ്പണത്തിൽ പൂർണ്ണത കണ്ടില്ല. സമർപ്പിച്ചു, പക്ഷെ അതിനകത്തൊരു പൂർണ്ണത ഞാൻ കണ്ടില്ല. നമ്മളൊക്കെ സമർപ്പണം എടുത്തവരാ, മാമോദീസായിലൂടെ സമർപ്പണം എടുത്തവരാ. എന്നിട്ട് ഇവിടെ കർത്താവിന് വേണ്ടി ജീവിച്ചതിൽ കൂടുതൽ എനിക്ക് വേണ്ടി ജീവിച്ചു, എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. കർത്താവിന് വേണ്ടി ഞാൻ നേടിയതിലധികം എനിക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ നേടി. എൻ്റെ ഓട്ടവും എൻ്റെ അധ്വാനവും എൻ്റെ പരാക്രമവും എൻ്റെ പരിശ്രമവും ദൈവത്തിന് വേണ്ടി ആയിരുന്നില്ല. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനും ജീവിതവും തന്ന, ചോര തന്ന് വീണ്ടെടുത്ത ദൈവത്തിന് വേണ്ടി ആയിരുന്നില്ല. എല്ലാം എനിക്ക് വേണ്ടി. സമർപ്പണത്തിൽ പൂർണ്ണത കണ്ടില്ല. നമ്മളൊക്കെ നേരത്തെ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്. ഏതാ പാട്ട്? നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ നിന്റെ നാമമഹത്വത്തിനായി. അല്ലേ? ചില വരികൾ, ചില അക്ഷരങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പഠിച്ചത് നിങ്ങൾ പഠിച്ചത്. ആ പാട്ടേ തമ്പൂരാൻ പാടിയാൽ എങ്ങനെ ഉണ്ടാവും? സാക്ഷാൽ ദൈവം തമ്പുരാൻ. മിണ്ടരുത്, കേട്ടോണം. എൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യും വേലകൾ, എൻ്റെ നാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിലൻ പേർക്കല്ല മാനവനെ നിന്റെ സ്വന്ത നാമമഹത്വത്തിനായി. പിച്ചൊക്കെ തെറ്റിപ്പോവും. എനിക്ക് പാടാൻ വലിയ വശമൊന്നുമുള്ള ആളല്ല. തമ്പുരാനാണ് ഇപ്പോൾ ഈ പാട്ട് പാടുന്നത്. ഇപ്പോൾ ഈ പാട്ടിൽ ഞാനും നിങ്ങളും പാടിയതാണോ ശരി? തമ്പുരാൻ പാടിയതാണോ ശരി? സത്യം പറയണം. അതെ, അതെങ്കിലും സമ്മതിച്ചല്ല. എന്നാൽ സമർപ്പണമുണ്ടാകണം. ഹല്ലേലൂയ. ഈ ജീവിതം തന്നവന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നൊരു സമർപ്പണം. ഈ പന്തലിൽ ഇന്ന് രാത്രി കർത്തൃവചനത്തിന് കാതോർത്ത് ദൈവപാദപീഠത്തിലിരുന്ന ദൈവമക്കൾ മടങ്ങിപ്പോകുന്നത് വന്നതുപോലെ ആകരുത്. ഹല്ലേലൂയ. ഒരു പുതുക്കം, ഒരു രൂപാന്തരപ്പെടൽ, ഒരു തിരുത്തപ്പെടൽ, ഒരു സമർപ്പണം അത് നമ്മിൽ ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു വാക്ക് ഒന്ന് ഉള്ളുപൊട്ടി പറ. തമ്പുരാനെ, സത്യം, നീ പറഞ്ഞത് അത്രയും സത്യം. ജീവൻ ഉള്ളവനെന്ന് എനിക്ക് പേരുണ്ട്, എന്നാൽ ഞാൻ മരിച്ചവളാണ്. കർത്താവേ, സത്യമായിട്ടും ഉണർന്നിരിക്കേണ്ട ഞാനിപ്പോൾ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ ഉറങ്ങുകയാണ്. കർത്താവേ, നിനക്ക് വേണ്ടി ആത്മാവിൽ എരിഞ്ഞ് കത്തേണ്ട, അധ്വാനിക്കേണ്ട ഞാൻ ഇപ്പോൾ ചാവാറായ ശേഷിപ്പ് പോലെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന വണ്ണം സുഖലോലുപതയിൽ ദൈവമേ തലയും പൂഴ്ത്തി ജീവിക്കുകയാണ്. കർത്താവെ, സമർപ്പണത്തിൽ പൂർണ്ണത കണ്ടെത്തേണ്ട ഞാൻ അതിൽ നിന്ന് ഒരുപാട് ദൂരെ എൻ്റേതായൊരു ലോകത്ത് കുറേ സ്പേസുകളുണ്ടാക്കി നിന്നെ മറന്ന് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ ഓടിയിട്ട് ജീവിക്കുകയാണ്. ഈ 103-ാമത്തെ വർഷത്തെ കൺവെൻഷനിൽ 3-ാമത്തെ സന്ധ്യയിൽ ഞങ്ങളെ നീ വിളിച്ചുകൊണ്ടുവന്ന് നിന്റെ പദപീഠത്തിൽ ഇരുത്തിയത് ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ കൊതിയും നിന്റെ ആഗ്രഹവും നിന്റെ ആവലും നിന്റെ പ്രതീക്ഷയുമാണ് തമ്പുരാനെ.
നിന്നെ മുഖത്തെ മ്ലാനമാക്കിയിട്ട് ഈ പന്തൽ വിട്ട് പോകാൻ ഞങ്ങൾക്കാർക്കും ഇട വരരുതേ. ദൈവമേ, നിന്റെ ഇഷ്ടം എന്തോ അത് നിറവേറത്തക്കവണ്ണം ഞങ്ങളെ തന്നെ പരിവർത്തനപ്പെടുത്തുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണം തമ്പുരാനെ. ഇന്ന് ഈ ശബ്ദം കേട്ട ഒരു കുഞ്ഞും നരകത്തിൽ പോകല്ലേ, നഷ്ടപ്പെട്ടു പോകല്ലേ. നീ വാരി നിന്റെ നെഞ്ചോട് അടുക്കി പിടിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ദാസൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വന്ന വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. മഹത്വത്തിൻ്റെ രാജാവേ, സകല മഹത്വവും തമ്പുരാൻ എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.